ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. നാം ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യമാണ് ഒരിക്കൽ നാം ഇവിടെ വിട്ടു പോകും എന്നുള്ളത്. പ്രത്യേകിച്ച് നാം ഓർക്കേണ്ട ഒരു ജീവിത യാഥാർത്ഥ്യമാണ് വാർദ്ധക്യത്തിലെ അന്ത്യം. നമ്മുടെ അന്ത്യം ബാല്യത്തിലാണോ കൗമാരത്തിലാണോ യൗവനത്തിലാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നാൽ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, വാർദ്ധക്യത്തിൽ നമുക്ക് അന്ത്യം ഉണ്ടാകും. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ച് ചില ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് പോകണം ഇവിടെ വിട്ടുപോകാൻ. വാർദ്ധക്യം എന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ അതിനുവേണ്ടി ചില പ്ലാനിങ് ഒക്കെ നേരത്തെ നടത്തുന്നത് നല്ലതായിരിക്കും. എങ്ങനെ ആരോഗ്യപൂർണമായ ഒരു വാർദ്ധക്യം പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ കുറേ കാര്യങ്ങൾ കണക്ക് കൂട്ടും. അതായത് സാമ്പത്തികമായ ഇടപാടുകൾ, നമ്മൾക്ക് എത്ര കടമുണ്ട്, അതെങ്ങനെ വീട്ടാം, അതിനെത്ര മാറ്റിവെക്കണം, തൽക്കാല ആവശ്യങ്ങൾക്ക് എത്ര വേണം, നമ്മൾ ഭാവിയിൽ അതായത് വാർദ്ധക്യത്തിൽ എത്തിക്കഴിയുമ്പോൾ അന്ന് നമുക്ക് ജീവിക്കാൻ എന്ത് കരുതി വയ്ക്കണം, ഇങ്ങനെയെല്ലാം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണക്ക് കൂട്ടും. അതുപോലെ അസുഖങ്ങൾ വരുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ വാർദ്ധക്യ പരിചരണം എങ്ങനെ ആയിരിക്കണം എന്നും കൂടി പ്ലാൻ ചെയ്ത് വയ്ക്കണം. ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പോഴേ, അതായത് നമ്മളെ രോഗങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കാത്ത അവസ്ഥയിൽ തന്നെ വാർദ്ധക്യകാലം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഹെൽത്തി ആയിട്ട് ഒരു വാർദ്ധക്യം എങ്ങനെ നേടിയെടുക്കാം എന്ന് ചിന്തിക്കണം. എന്താണ് ഹെൽത്തി ഏജിങ് അഥവാ ആരോഗ്യപൂർണമായ ഒരു വാർദ്ധക്യം? അസുഖങ്ങളില്ലാതെ ജീവിക്കുക എന്നതല്ല, ഉള്ള അസുഖങ്ങളെല്ലാം കൈവച്ചുകൊണ്ട് സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാം വാർദ്ധക്യത്തിൽ എന്നതാണ് ഹെൽത്തി ഏജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ആരുടെ കൂടെയാണ് പ്രായമാകുമ്പോൾ നമ്മൾ താമസിക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം കാണുന്നത് നമ്മുടെ പങ്കാളിയുടെ കൂടെ അല്ലെങ്കിൽ മക്കളോടൊപ്പം എന്നൊക്കെ ആയിരിക്കും. എന്നാൽ പങ്കാളിയുടെ കൂടെയോ മക്കളുടെ കൂടെയോ ശിഷ്ടകാലം കഴിച്ചു കൂട്ടാം എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. ഇപ്പോൾ അത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അതിന് വേണ്ട മാർഗങ്ങൾ കണ്ടെത്തി വയ്ക്കണം. കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇന്ന് കേരളത്തിൽ തന്നെ ധാരാളം റിട്ടയർമെൻറ്റ് ഹോംസും അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. നമുക്ക് ധാരാളം സ്വാതന്ത്ര്യങ്ങളൊക്കെ തരുന്ന, എല്ലാ സൗകര്യങ്ങളുമുള്ള, നമ്മളെ വീട് പോലെ താമസിക്കാവുന്ന, വെക്കേഷനൊക്കെ പോകാൻ പറ്റുന്ന, കൂട്ടുകാരൊത്ത് ചെലവഴിക്കാൻ പറ്റുന്ന ലിവിങ് ഫെസിലിറ്റീസ് ഇന്ന് റിട്ടയർമെൻറ്റ് ഹോംസ് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പമോ സഹോദരങ്ങൾക്കൊപ്പമോ താമസിക്കാൻ ആലോചിച്ച് വയ്ക്കണം. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ വീട്ടിലാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീട് പ്രായമായ നമുക്ക് താമസിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ളതാണോ എന്ന് നേരത്തെ ചിന്തിക്കണം. അതായത് ഒരു വീൽ ചെയർ കയറ്റാൻ പറ്റുന്ന വീതിയുള്ള ഡോറുകളാണോ, നമ്മളൊരു വാക്കർ കൊണ്ട് കയറാൻ പറ്റുന്ന ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടോ, നമ്മുടെ ബാത്റൂമിൽ ഗ്രാബ് ഹാൻഡിൽസ് ഘടിപ്പിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മുൻകരുതലുകളെടുത്ത് നേരത്തെ കൂട്ടി അവ ചെയ്തു വെക്കണം. ചുരുക്കി പറഞ്ഞാൽ ഏജിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂം നേരത്തെ കൂട്ടി സജ്ജമാക്കുക എന്ന്. ഇതെല്ലാം ചെയ്തു വെച്ചിരുന്നു പറഞ്ഞാൽ അത് അനുഭവിക്കാനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനും നമ്മളുണ്ടാവുമോ ഇല്ലേ എന്നത് വേറൊരു സത്യം. അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ പരസഹായം കൂടാതെ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് നേരത്തെ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ആരോഗ്യത്തെക്കുറിച്ചുള്ള പ്ലാനിങ് എന്തൊക്കെയായിരിക്കണം? പ്രായമായി വരുന്നതിനനുസരിച്ച് രോഗങ്ങളും കൂടിക്കൂടി വരാനാണല്ലോ സാധ്യത. അതുകൊണ്ട് റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് ഒക്കെ നടത്തി ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ ഒരു ജീറിയാട്രിക് ഡോക്ടർ, അതായത് വയസ്സായവരെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ സഹായം തേടാൻ ശ്രമിക്കണം. അടുത്തത്, റെഗുലറായിട്ടുള്ള എക്സസൈസും ഫുഡ് കൺട്രോളും. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ചെറിയ ചെറിയ എക്സർസൈസുകൾ ശീലിക്കുക.
എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നത് ഒരു ഡയറ്റീഷ്യനാണ്. അതുകൊണ്ട് ഒരു ഡയറ്റീഷ്യൻ്റെ സഹായം തേടുന്നതും നല്ലതായിരിക്കും. പുകവലി, മദ്യപാനം എന്നീ ദുശ്ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ വയസ്സായ കാലത്തെങ്കിലും അതൊക്കെ വേണ്ടെന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയോ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ നല്ല വ്യായാമം, നല്ല ഭക്ഷണം, ഒപ്പം ആവശ്യത്തിന് വേണ്ട മരുന്നുകളും ഉപയോഗിക്കുക. നിസ്സാര ലക്ഷണങ്ങൾ പോലും പ്രായത്തിൻ്റേതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുക. വയസ്സാകുമ്പോൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത പല പല കാര്യങ്ങളും നമുക്കുണ്ടാവും. അതൊന്നും ഇഗ്നോർ ചെയ്യാതെ ഡോക്ടർമാരുടെ അത് കൃത്യമായി പറയാൻ ശ്രമിക്കുക. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ചില മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ക്വാളിറ്റി വർദ്ധിക്കും. ഇതാണ് ഹെൽത്തി ഏജിങ്ങിൻ്റെ കാതലായ ഭാഗം. നമ്മുടെ വാർദ്ധക്യം ആനന്ദകരമാക്കാൻ ഞാൻ എവിടെ താമസിക്കണം, ആരുടെ കൂടെ താമസിക്കണം, നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ ഉണ്ടാക്കി വെക്കണം എന്ന് നേരത്തെ കൂട്ടി ചിന്തിക്കുക. ജീവിത സായാഹ്നം മനോഹരമാക്കാൻ ഇനിയും ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവയൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.